ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് ഞാൻ കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഞ്ചസാര കളർ ചേഞ്ചായി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു തിളച്ച 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അത് പാകപ്പെടുത്തിയതിന് ശേഷം അതിലൊരു 5-8 ഗ്രേപ്സ്, പിന്നെ കുറച്ച് ഗ്രേപ്സും 5-8 ഗ്രേപ്സും പിന്നെ ഒരു സ്ട്രോബെറി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് അത് സോഫ്റ്റാക്കി എടുത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി അരിക്കാനെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂണിൻ്റെ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു 2-3 വട്ടം ഞാൻ അരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്തത് മാറ്റി വെച്ചിട്ട് ഒരു ജാറിലേക്ക് 4 മുട്ട ഒഴിച്ച് കൊടുത്ത് അടിച്ചെടുക്കുകയാണ്. ഇത് അടിച്ച് വന്നതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 1 സ്പൂണ് വാനില എസൻസ് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇതെല്ലാം കൂടി അടിച്ച് കൊണ്ടുവന്നതാണിത്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നട്ട്സ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ പൊടിയെടുത്ത് കുറച്ച് നമ്മുടെ കാഷ്നട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ അടിച്ച് വന്നതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത പൊടി അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. രണ്ടാമത്തെ വട്ടം ഞാനിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ശരിയാക്കുക. ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പിന്നാണ്. അതിൽ ഞാൻ നെയ്യൊക്കെ പരത്തി വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് എനിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തട്ടിക്കൊടുത്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞ് ഇതിലേക്ക് നമ്മുടെ ഫോണിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു 3/4 മണിക്കൂർ, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നതിൽ നട്ട്സൊക്കെ മുകളിൽ വെച്ച് കൊടുത്തു. വീണ്ടും ഞാൻ അടച്ചു വെച്ചു. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ആയി വന്നിട്ടുണ്ട്. ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കതെടുത്താണത്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നമുക്ക് മുറിച്ചൊന്ന് നോക്കാം. നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു.